അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയ ധർമ്മസ്ഥലയിൽ ഇന്നും തിരച്ചിൽ തുടരുന്നു. 7-ാം നമ്പർ സ്പോട്ടിൽ ആണ് ഇന്ന് പരിശോധന. ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂട ഭാഗങ്ങൾ വിശദ പരിശോധനയ്ക്കായി ഇന്നു തന്നെ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. നേത്രാവതി പുഴയുടെ തീരത്ത് 7-ാം നമ്പർ സ്പോട്ടിൽ രാവിലെ 11 മണിയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലത്തേതിന് സമാനമായി ചെറു മണ്ണുമാന്തി യന്ത്രവും വെള്ളം നീക്കാൻ പമ്പ് സെറ്റുകളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. മേഖല പൂർണ്ണമായും ഷീറ്റിട്ട് മറച്ചും വൻ പോലീസ് സുരക്ഷയിലുമാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഒന്നും കണ്ടെത്താനായിട്ടില്ലെങ്കിൽ റോഡിനോട് ചേർന്ന് 8-ാം നമ്പർ സ്പോട്ടിലേക്ക് പരിശോധന നീങ്ങും. ഇന്നലെ ഉച്ചയോടെ 6-ാം നമ്പർ സ്പോട്ടിൽ നിന്നാണ് ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇവ പൂർണ്ണമായും പുറത്തെടുക്കാൻ രാത്രി വരെ തിരച്ചിൽ നടന്നു. കണ്ടെത്തിയ 15 അസ്ഥികൂട ഭാഗങ്ങളിൽ 5 എണ്ണം പല്ല്, ഒരു താടിയെല്ല്, 2 തുടയെല്ല്, ബാക്കി പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമാണ്. ഇവ ഒരാളുടേതാണോ അതോ പലരുടേതുമാണോ എന്നതുൾപ്പെടെ കാര്യങ്ങൾ അറിയാൻ വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ FSL ലാബിലേക്ക് മാറ്റും. അതിനിടെ SIT തലവൻ പ്രണബ് മോഹന്തി ജില്ലയിൽ തന്നെ തുടരുകയാണ്. തിരച്ചിലിൽ സ്ത്രീയുടെ വസ്ത്രവും ID കാർഡുകളും ലഭിച്ചെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തെറ്റാണെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ഇന്നലെ SIT തലവനായ DGP പ്രണബ് മോഹന്തി ധർമ്മസ്ഥലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിലെ ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥലയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. കർണാടകയെയും രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിരുന്നു അത്.